ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ചൊരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. മക്കൾക്ക് വെക്കേഷനാണ്. പിന്നെ നമ്മൾ പുതിയ വണ്ടി എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് ഓടുമൊക്കെ വേണ്ടേ, അതിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. അത് ഫസ്റ്റ് തന്നെ മൂകാംബിയൊക്കെ പോകാമെന്ന് കരുതി. ഫസ്റ്റ് ടൈമാണ് നമ്മൾ മൂകാംബിയൊക്കെ പോകുന്നത്. പോകുന്ന വഴി ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹോട്ടൽ കണ്ടു. അവിടെ കയറി നല്ല ഭക്ഷണമായിരുന്നു. അവർ നന്നായിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. പോകുമ്പോൾ പ്ലാന് കാര്യങ്ങളൊന്നും ഉണ്ടാവാറുണ്ടായില്ല. നമ്മളെല്ലാം കരുതാറുണ്ടായിരുന്നു. ഡ്രസ്സ്, ആവശ്യത്തിന് വെള്ളം, ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഒക്കെ സ്റ്റോർ ചെയ്തിട്ടാണ് പോകാറുള്ളത്. ഇത്തവണയും അതുപോലെ തന്നെയാണ് പോയത്. 2 ക്യാന് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ ഫ്രൂട്ട്സോ മറ്റോ കാണുമ്പോൾ അവിടുന്ന് വാങ്ങി കഴിക്കാറായിരുന്നു. സ്റ്റോർ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ അവിടെ മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഈ ചക്ക മാങ്ങ എന്നൊക്കെ പറയുമ്പോൾ അച്ഛന് പിന്നെ അതിനോട് ഭയങ്കര അഡിക്റ്റാണ്. ഈ ചക്ക കൊത്തി എന്നുള്ളൊരു പേര് ഓൾറെഡി ഉണ്ട്. ചക്ക കൊത്തിയിട്ട് ഒരു വിരൽ കൊത്തി ചക്കേൻ്റെ അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കഥയാണ്. അത് സമയം കിട്ടുമ്പോൾ പിന്നെ പറയാം. തീരെ ക്ഷമയില്ലാത്തത് കൊണ്ട് പിന്നെ കുറച്ച് വാങ്ങാൻ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കുകയായിരുന്നു. അതിന് വേണ്ടിയുള്ള എല്ലാ ആയുധങ്ങളും നമ്മൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു. പ്ലേറ്റും കത്തിയും എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സഞ്ചരിക്കുന്ന വീട് പോലെ തന്നെയായിരുന്നു ഞങ്ങൾ പോയത്. പുറത്തുനിന്ന് മാക്സിമം കഴിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ഒരു അടുപ്പ് കൂടി കരുതാമെന്ന് കരുതി. പക്ഷേ ലാസ്റ്റ് മൂമെൻറ്റിൽ അത് കിട്ടിയില്ല. മാഗി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നെ പോകുന്ന വഴിയിൽ കാസർഗോഡ് എത്തിയപ്പോൾ നമ്മൾ ബേക്കൽ കോട്ട കണ്ടു. അപ്പോൾ അവിടെ കയറി മക്കൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും. അവർ പിന്നെ നമ്മളെ തലശ്ശേരി കോട്ടയും കണ്ണൂർ കോട്ടയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി വലുതാണിത്. അങ്ങനെ അവിടെ കയറി അവിടുന്ന് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ മൂകാംബിയൊക്കെ തന്നെ പോവായിരുന്നു. വേറെ അവിടെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും നിന്നില്ല. രാത്രി പിന്നെ ഒത്തിരി ലേറ്റായിട്ട് അവിടെ എത്തിയാൽ റൂമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയത് കൊണ്ട് വേഗം വിടുകയായിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഓടാനുണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.